പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്റർ പരീക്ഷാഫലം വന്ന ഉടനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച ഒരു പുതിയൊരു പദ്ധതിയായിരുന്നു ഗ്രാജുവേഷൻ സെറമണി. എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒരു പ്രോഗ്രാമായിട്ട് കൊടുക്കുക എന്നുള്ള രീതി. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഇതിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം തന്നെ ഇതിൻ്റെ വിജ്ഞാപനത്തിൻ്റെ ആമുഖം നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാവുന്നതാണ്. 2021-22 അക്കാദമിക വർഷത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും വിദൂര വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴിയും വിവിധ UG കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തതും 2024 കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചതുമായ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് 22/5/2024 മുതൽ 31/5/2024 വരെ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ 31-ാം തീയതിക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2021 ഡിഗ്രി കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവർ 2024 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ച വിദ്യാർത്ഥി, എല്ലാ വിഷയവും പാസ്സായത് എന്ന് പറഞ്ഞാൽ ഒട്ടേറെ വിദ്യാർത്ഥി ചോദിക്കും, എനിക്ക് 4th സെമ്മിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ട്, 5th സെമ്മിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ട്, 6th സെമ്മിൻ്റെ ഉണ്ട്, എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 6th സെമസ്റ്റർ റിസൾട്ട് വന്ന സമയത്ത് എല്ലാ വിഷയവും പൂർത്തീകരിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും വിദൂര വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി UG കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് 22/5/2024 മുതൽ 31/5/2024 വരെ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. താഴെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്തായിരിക്കണം, 2021 അഡ്മിഷൻ എടുത്തിരിക്കണം, 2024 കോഴ്സ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കണം, എല്ലാ സബ്ജക്റ്റും പാസ്സായിരിക്കണം. നിലവിൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച് ഫലം കാത്തു നിൽക്കുന്നവരും എന്ന് പറയാൻ റീവാലുവേഷന് അപേക്ഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ റീവാലുവേഷൻ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രസ്തുത ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ പാടില്ല. റീവാലുവേഷന് അപേക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റീവാലുവേഷന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അടുത്ത് വരുന്ന 5th സെം 6th സെമസ്റ്ററിൻ്റെ ഒക്കെ 6th സെമസ്റ്ററിൻ്റെ റീവാലുവേഷന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരിതിന് അപേക്ഷിക്കാൻ പാടില്ല. കൂടാതെ ഇനി വരുന്ന പരീക്ഷകളിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളും ഏതെങ്കിലും വിഭാഗത്തിൽ ഗ്രേസ് മാർക്ക് ചേർക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ഈ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ നടത്തുവാൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ 4th സെം, അടുത്ത 4th സെമ്മിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, 5th സെം 6th സെം ഇതിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഇതിന് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതേപോലെ ഗ്രേസ് മാർക്ക് ചേർക്കുവാൻ ബാക്കിയുള്ള നിങ്ങൾ ഗ്രേസ് മാർക്കിന് ഇപ്പോൾ NSS വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അവർക്ക് പ്രശ്നമില്ല. ഇനി ഗ്രേസ് മാർക്കിന് ഏതെങ്കിലും അപേക്ഷിക്കാനൊക്കെ താല്പര്യമില്ല, ഇനിയിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഇൻ്റർസോണൊക്കെ നടക്കാൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ആർട്സിലൊക്കെ വിജയിച്ച് ഗ്രേസ് മാർക്കൊക്കെ ആഡ് ചെയ്യാനുള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർസോൺ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആ ഗ്രേസ് മാർക്ക്, അതുപോലെ തന്നെ വല്ല സ്പോർട്സിൻ്റെതോ അല്ലെങ്കിൽ മറ്റു NCCൻ്റെതോ അല്ലെങ്കിൽ NSSൻ്റെ അപേക്ഷിക്കാത്തവരോ ഇവർക്കൊന്നും ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയില്ല. അതേപോലത്തെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റുകൾ ഉടനടി തയ്യാറാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്, പെട്ടെന്ന് തയ്യാറാക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ ഫീസ് 2000 രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും. സർവകലാശാലയുടെ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള ലിങ്ക് വഴി ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ലിങ്ക് എന്ന് പറയുന്നത് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ സെറിമണി എന്ന രീതിയിലാണ് ഇതിൻ്റെ ലിങ്ക് ഉള്ളത്. അതിനുശേഷം ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം 31-ന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല. ഇത് അപേക്ഷിച്ചതിൻ്റെ പകർപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. ബിരുദദാന ചടങ്ങിൽ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഇത് നടക്കുന്നത് ജൂൺ അവസാന വാരമാണ്. 5 ജില്ലാ കേന്ദ്രങ്ങളിൽ വെച്ചായിട്ടായിരിക്കും, സർവകലാശാല പരിധിയിലുള്ള 5 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടായിരിക്കും ഇത് നടത്തപ്പെടുക. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ചടങ്ങിൻ്റെ തീയതി, സ്ഥലം, സമയം എന്നിവ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇതിൻ്റെ സമയം ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ
വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. SMS വഴി ഇമെയിൽ മുഖേനയും വിദ്യാർത്ഥികളെ അതിൻ്റെ ഡീറ്റെയിൽ അറിയിക്കും. ഇതിന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 0494 240 72 39 0494 240 72 00 0494 240 72 69. ഇതിന് അപേക്ഷിക്കണമെങ്കിൽ ഇനിയും ഇതിൻ്റെ മറ്റൊരു കാര്യം പറയുന്നത്, സ്റ്റുഡൻസ് പോർട്ടൽ വഴി ആണ് ഇത് അപേക്ഷ വരിക. ഇവിടെ വരുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻസ് പോർട്ടലിലേക്കാണ് പോവുക. സ്റ്റുഡൻസ് പോർട്ടലിൽ ഇത് അപേക്ഷിക്കണമെങ്കിൽ മുൻപുള്ള രീതി എന്ന് പറയുന്നത് നമ്മുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ ഇതൊക്കെ ആവശ്യമായിട്ട് വരും ഇത് അപേക്ഷിക്കാൻ. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നണോ എന്നുള്ളത് ഇതുവരെ മാറ്റങ്ങൾ അതിൽ കാണുന്നില്ല. അതിൻ്റെ അടുത്ത ഒരു ഘട്ടം ലിങ്ക് ക്ലിയറായിട്ട് ഇത് അതിന് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഒറിജിനൽ ലഭിക്കേണ്ടതുണ്ട്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളുമായി അറിയിക്കുന്നതായിരിക്കും. ആ രീതിയിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കോളേജിൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലാതെ അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ഞാൻ ഇതിൻ്റെ ഒരു സിസ്റ്റമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന സിസ്റ്റമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇത് പുതിയ സിസ്റ്റത്തിൽ ഇതുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. സ്റ്റുഡൻസ് പോർട്ടലിൽ ഓൺലൈൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന രീതിയിൽ ആ രീതി ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.